ചേട്ടാ എനിക്ക് തോന്നുന്നു ഇത്രയും ഇപ്പം എനിക്കിപ്പോൾ 36 വയസ്സുണ്ട്. ഈ 36 വർഷത്തിൽ ഞാൻ കേൾക്കാത്ത അത്രയും ഈ പാമ്പ് വാർത്തകളാണ് ഈ വർഷം നമ്മൾ ഈ കഴിഞ്ഞൊരു 2-3 മാസത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. പെർ ഡേ കൊറോണ മരണം പോലെ പാമ്പ് കടിയേറ്റ മരണം റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി ചാനൽസ്. അതെന്താ ഈ വർഷം ഇത്ര ഇത് അഗ്രസീവായി? കഴിഞ്ഞ മാസം എത്ര പേര് മരണപ്പെട്ടെന്ന് പറയാം? 18 പേര് ഒറ്റ മാസം. ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ സംസ്ഥാനത്ത് എന്തിൻ്റെങ്കിലും ഒരു പഠനമുണ്ടോ? എന്തിൻ്റെങ്കിലും അടിസ്ഥാനപരമായിട്ട് പഠനമുണ്ടോ? ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാം? 110 വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ചാണ് ആൻറ്റീവനം, പാമ്പടിയിൽ കൊടുക്കുന്ന മരുന്ന്. അത് 3 പ്രാവശ്യം റീഡെവലപ്പ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു, ചെയ്തിട്ടില്ല. ഇപ്പം എന്താ, ഞാനൊരു മീഡിയയിൽ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ റീഡെവലപ്പ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്, വെച്ചു, ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു. ഇതാരെങ്കിലും ചോദിക്കാറുണ്ടോ? 2 വർഷമേ മരുന്നിന് കാലാവധിയുള്ളൂ, അല്ലെങ്കിൽ 2.5 വർഷമേ കാലാവധിയുള്ളൂ. ഈ കുത്തിവയ്ക്കണ മരുന്ന് 2 വർഷം പഴക്കമുള്ള മരുന്നാണോ കുത്തിവയ്ക്കുന്നത്? 5 വർഷം 10 വർഷം പഴക്കമുള്ള മരുന്നാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അടിസ്ഥാനമായിട്ട് ഞാൻ പറയുന്നു, പഴയ മരുന്ന്, കാലാവധി കഴിഞ്ഞ മരുന്ന് കൊണ്ട്, മരുന്നിൻ്റെ കുഴപ്പം കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഡെത്തിലേക്ക് പോകുന്നത്. പേവിഷബാധയിൽ മരുന്നെടുത്ത് മരണപ്പെടുന്ന എത്ര കുട്ടികളാണ്? എന്തുകൊണ്ട് മരണപ്പെടുന്നു? എന്തുകൊണ്ട് മരുന്ന് റീഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല? എങ്കിൽ ഇത്രയും മരണം തരും. പാമ്പ് കടിയെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഇനിയൊരു പരമായ സത്യം കൂടെ പറയാം. പാമ്പിൻ്റെ എണ്ണം കൂടിയതല്ല, പാമ്പ് പിടുത്തക്കാട് എണ്ണം കൂടിയതാണ് പാമ്പ് കടിക്ക് നമ്പർ കൂടിയെന്നുള്ളത്. പിടിക്കുന്ന പാമ്പുകൾ എവിടെ വിടുന്നു എന്ന് എന്തെങ്കിലും കണക്കുണ്ടോ കേരളത്തിൽ? എന്തെങ്കിലും കണക്കുണ്ടോ? എത്ര പാമ്പ് പിടുത്തക്കാർ നാട്ടിലുണ്ടെന്ന് കണക്കുണ്ടോ? എന്തെങ്കിലും ഒരു രജിസ്റ്റർ ഉണ്ടോ? ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടിയൊക്കെ പാമ്പ് പിടിക്കാൻ പോകും. ഒരു ദിവസം വനം വകുപ്പിൻ്റെ ട്രെയിനിങ്ങിന് പോയിട്ട് മിണ്ടാതെ അങ്ങ് പോകുന്നു. പിന്നെ ഈ ആളാരാണെന്നോ എന്താണെന്നോ ആർക്കും അറിയാം. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു സ്ഥലത്ത് വർക്കല ചെന്ന് പറയും, ആരോ വന്ന് പിടിച്ചിട്ട് പോയി, 2000 വാങ്ങിച്ചു 3000 വാങ്ങിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ആരെന്ന് ആർക്കും അറിയില്ല. ഇവർ ഈ പാമ്പിനെ എവിടെ വിടണേ? ഇന്ത്യയിൽ ആകെപ്പാടെ ഒരു സംസ്ഥാനത്ത് മാത്രമേ റിലീസിങ് പോളിസിയുള്ളൂ, തുറന്നു വിടുന്നതിൻ്റെ കണക്കുള്ള ഒരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. വേറെ ഇടത്തില്ല. ഞാൻ മഹാരാഷ്ട്ര സഞ്ചരിച്ചു. പാമ്പ് പിടുത്തക്കാർക്ക് പാമ്പ്. ഇനിയൊരു സത്യം അറിയാമോ? കേരളത്തിൽ ഇപ്പോൾ ഒരു ആപ്പ് വന്നിട്ടുണ്ട്, സർപ്പ എന്നൊരു ആപ്പ്. ഞാൻ പറയാറില്ല, ഞാൻ ഒരു ചാനലിൽ പറയാറില്ല. ഞാൻ പറയുമ്പോൾ അവർക്ക് പ്രൊമോഷനായി പോകും, പറയാറില്ല. ഈ ആപ്പ് ആരുടെ പേരിലെന്നറിയാമോ? ഒരാളിൻ്റെ പേരിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ആപ്പ് ഒരാളിൻ്റെ പേരിൽ എങ്ങനെയാണ് വരിക? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണോ? അറിയുന്ന ആളല്ല, അയാൾ ബിസിനസ്മാൻ. അയാളുടെ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാം? ലെപ്പേഡ്. ഇത് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഇതിൽ പറഞ്ഞേക്കണ ഇന്ത്യൻ വൈൽഡ് ലൈഫ് ഫോറസ്റ്റ് ഒക്കെ കുറേ ഉണ്ട്. പക്ഷേ ഇതിന് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ട്രസ്റ്റിൻ്റെ ഒരു സാധനം എങ്ങനെ സർക്കാർ എംബ്ലം വെക്കുന്നത്? സർക്കാരിൻ്റെ എങ്ങനെ എംബ്ലം എങ്ങനെ വെക്കാൻ പറ്റുക? ഇതിനെന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ടാക്സ് അടയ്ക്കുന്നു, ഇൻഷുറൻസ് അടയ്ക്കുന്നു, ആരെങ്കിലും മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ ആരുടെയും പേരിലാണോ അടയ്ക്കുന്നത്? ഇത് ഒരാളിൻ്റെ പേരിൽ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ നമുക്ക് കടി കിട്ടുന്നതിൻ്റെത് നോൺ വെനമസ് ആയിരുന്നാലും വെനമസ് ആയിരുന്നാലും ഇതിൻ്റെ പഠനങ്ങൾ വേണ്ടേ? ഇതെല്ലാം ഈ ആപ്പിലേക്കാണ് പോകുന്നത്. ഇത് പുള്ളി വിൽക്കുന്നു, അത് സെയിൽ ചെയ്യുന്നു. കഴിഞ്ഞ മാസം ഇദ്ദേഹത്തിൻ്റെ ഈ ആപ്പ് കേരളത്തിൽ സമ്പൂർണ്ണ വിജയം. എത്ര രൂപ ഈ ആപ്പിന് വേണ്ടി അദ്ദേഹത്തിന് കിട്ടിക്കാണും? നല്ല എമൗണ്ടല്ലേ കിട്ടും, കോടികളല്ലേ കിട്ടിയിരിക്കുന്നത്. ഇത് ആരോ കാശ് വാങ്ങിയിട്ട് നമ്മളിവിടെ ഇത് പബ്ലിഷ് ചെയ്തു. ഇതിനൊരു കുഴപ്പം കൊണ്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ സാധനത്തിന് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ തമിഴ്നാട് സർക്കാരിന് കേരളത്തിൽ സമ്പൂർണ്ണ വിജയം എന്ന് പറഞ്ഞ് വിൽക്കാൻ വേണ്ടി എഗ്രിമെൻ്റായി. അപ്പോഴാണ് എനിക്ക് കോൾ വരുന്നത് ഇങ്ങനെയാണെന്ന്. ഞാനത് തടയിട്ടു. എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? ഇത് 0 ബൈറ്റ് പോളിസി. അതായത് ഇത് ഈ ആപ്പ് വന്നാൽ കേരളത്തിൽ പാമ്പ് പിടുത്തക്കാർക്ക് കടിയില്ല. എത്ര പേർക്ക് കടി കിട്ടിയെന്നറിയാമോ? 138 പേർക്ക് കടി കിട്ടി 3 വർഷം കൊണ്ട്. എന്തെങ്കിലും ഒരു വാർത്ത വന്നിട്ടുണ്ട്? ആരെങ്കിലും ഒരു വാർത്ത ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഇപ്പോൾ പറഞ്ഞപ്പോൾ പാമ്പടി അവിടെ മരിക്കുന്നു ഇവിടെ മരിക്കുന്നു എന്നുണ്ട്. കേരളത്തിൽ ഇതിനു മുന്നേ പാമ്പടി ഉണ്ടായിട്ടുണ്ട്, മരണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മീഡിയാസ് കൂടി, സോഷ്യൽ മീഡിയയും കൂടിയപ്പോൾ വാർത്തകൾ വേണ്ടേ? അപ്പോൾ എല്ലാം വാർത്ത. പക്ഷേ ഇതിൻ്റെ കുട്ടികളുടെ വാർത്തകൾ മാത്രമേ വരുന്നുള്ളൂ. ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ ഒരു കുട്ടി 3 വീലുള്ള സൈക്കിൾ എടുത്തപ്പോൾ പാമ്പടിയിട്ട് മരണപ്പെട്ടു. തൊട്ട് പറച്ചല്ലൊരു കുട്ടി, ഉറങ്ങിക്കിടന്ന കുട്ടി പാമ്പടിക്കാൻ വേണ്ടി എത്ര ബ്രേക്ക് ചെയ്തു. മലപ്പുറത്ത് കോഴിക്കോട് ഒരു കുട്ടി കട്ടിൽ കിടന്നുറങ്ങിയ കുട്ടിയെ പാമ്പടിയിട്ട് മരണപ്പെട്ടു. എത്ര വാർത്ത വന്നു? ഇവിടെ നമ്മുടെ വെഞ്ഞാറമുള്ളൊരു 28 വയസ്സുള്ള ഒരു പെൺകുട്ടി പാമ്പടിയിട്ട് മരണപ്പെട്ടു. എത്ര വാർത്ത വന്നു? അല്ല ചേട്ടൻ, ഇതൊക്കെ തുറന്നു പറയും. ഇപ്പം നമ്മളോട് പറയുമ്പോൾ ഇതിൻ്റെ ഒരു കോൺസിക്വൻസസ് ചേട്ടൻ ആലോചിക്കാറില്ല? കാരണം എത്ര പേരായിരിക്കും ചേട്ടനെതിരെ പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങുന്നത്? എന്തെങ്കിലും രീതിയിൽ ഒരു വധഭീഷണി അങ്ങനെയുള്ള കോൾസ് വരാറുണ്ടോ? അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ലെന്നേ. വരാറുണ്ട്. ഞാൻ എന്തിനാ മൈൻഡ് ചെയ്യണേ? ഞാൻ എന്തായാലും മരിക്കൂലേ?
പാമ്പ് കടിച്ചാലും മരിക്കൂലേ, എങ്ങനെയും ജീവൻ പോകും, ഏതെങ്കിലും രീതിയിലും ജീവൻ പോകുമല്ലോ. അപ്പം ഞാൻ ഇനി അവരെന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് പേടിച്ച് എനിക്ക് കടുവിനകത്തിരിക്കാൻ പറ്റും? അങ്ങനെയൊന്നും ജീവിച്ചിരിക്കുന്ന ആളൊന്നും, അങ്ങനെയൊന്നും പേടിച്ച് മാളത്തിരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള എനിക്കറിയാം. ഇപ്പോൾ ഉത്തരാക്കൊല കേസ് ഞാനാണ് സാക്ഷികൾ, വെളിയിൽ നിന്നൊരു സാക്ഷിയില്ലല്ലോ.